അമ്മയ്ക്ക് പിറന്നവർ വന്ദേ മാതരം ചൊല്ലും. മോഹൻ കുന്നുമ്മൽ, അദ്ദേഹം നിസ്സാരക്കാരനല്ല കേട്ടോ, വൈസ് ചാൻസലറാണ് ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ. അപ്പോൾ വിവരവും വിവേകമൊന്നുമില്ലാതെ ഏതോ അപ്പോൾ തോന്നിയത് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അമ്മയെ അറിയുന്നവർ വന്ദേ മാതരം ചൊല്ലും. അപ്പോൾ അതിന് ഒരാൾ ഉടനെ തന്നെ അതിൻ്റെ അടിയിൽ വിപുലമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ ഈ അമ്മയെ അറിയുന്നവർ? നിങ്ങൾ ഹിന്ദുവിൻ്റെ, നിങ്ങൾ RSS കാരനാണോ? ഇവിടെയുള്ള ആൾക്കാർ ഉമ്മ എന്ന് വിളിക്കില്ലേ? ഇവിടെയുള്ള ആൾക്കാർ മമ്മി എന്ന് വിളിക്കില്ലേ? എന്നാൽ അവരൊന്നും ഇതിൽ പെടില്ലേ? അപ്പം അമ്മയെ അറിയുന്നവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളെ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്? അതിൽ കടുത്ത വർഗീയതയില്ലേ? നിങ്ങൾ സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ എന്നിത്യാദി ചോദ്യശരങ്ങളുമായിട്ട് കുറേ ആൾക്കാർ ഒപ്പം വന്നിട്ടുണ്ട്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകുമല്ലോ, രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. എനിക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരൻ എങ്ങനെ നടന്നാലും ആളെ കുറ്റം പറയും. അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണല്ലോ, അങ്ങനെയാണല്ലോ. ഞാൻ അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല. മോഹൻ കുന്നുമ്മൽ പറഞ്ഞ ഒരു കാര്യം, അമ്മയെ അറിയാവുന്നവർ, അമ്മ എന്ന് വിളിക്കുന്നവർ വന്ദേ മാതരം ചെല്ലുമെന്നാണ് പറഞ്ഞത്. വന്ദേ മാതരം അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. മാതരം എന്ന് പറഞ്ഞാൽ നമുക്ക് മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ, രണ്ടാം വിഭക്തി ഏകവചനമാണ് മാതരം. അപ്പം ആയതുകൊണ്ട് തന്നെ അമ്മ എന്നുള്ള കോൺസെപ്റ്റ് അതിനകത്ത് വരുന്നത്. ഇദ്ദേഹം അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉമ്മ പെടില്ലേ എന്നാണ് ചോദ്യം, അതിൽ മമ്മി പെടില്ലേ എന്നാണ് ചോദ്യം. പെടില്ല കേട്ടോ. ലോകത്തിൽ ഉഗാണ്ടയിലാണെങ്കിലും കൊളംബിയയിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും സ്പെയിൻ അല്ലെങ്കിൽ നോർവേയിലാണെങ്കിലും അങ്ങേയറ്റത്ത് അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് അവനുണ്ടാക്കുന്ന ആദ്യത്തെ ശബ്ദം എന്താ? ഏതെങ്കിലും കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് നമ്മുടെ ആൽഫബറ്റിനകത്തുള്ള ശബ്ദങ്ങൾ പലതുണ്ടല്ലോ. കാ കാ ഗ അതൊക്കെ ഉണ്ടല്ലോ, ഷാ ഷാ സാ ഹാ അതൊക്കെ ഉണ്ടല്ലോ. ആ കുട്ടി എന്താ ആദ്യം ചെയ്യുക? അതിന് വിശക്കുന്ന സമയത്ത് അവൻ വായ തുറക്കും അടയ്ക്കും ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദത്തിൽ അമ്മേ എന്ന് പറയാൻ അവൻ അറിയില്ല. അച്ഛാ എനിക്ക് പാല് തരൂ എന്ന് പറയാൻ അവൻ അറിയില്ല. അവൻ ആയിക്കൂടി ഒരു ശബ്ദം ഉണ്ടാക്കാൻ അറിയുള്ളൂ. ആ ശബ്ദം എങ്ങനെ ഉണ്ടാക്കുക? വായ തുറക്കുന്നു അടയ്ക്കുന്നു. ആമ്മ, ഇത് മാത്രമേ അറിയുള്ളൂ. ആമ്മ. ഇതല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി ഉമ്മ മമ്മേ പറന്നു വീഴുന്ന കുട്ടികളെ, ഏതൊരു കുട്ടി പറന്നു വീഴുന്ന കുട്ടി മമ്മി എന്ന് പറയാറുണ്ടോ? ആയതുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ശബ്ദം അകാരമാണ്. വായ തുറന്ന് ശബ്ദം പുറത്തേക്ക് വിടുക, വായ തുറന്ന് കാറ്റിലൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ എന്തായി? അതുകൊണ്ടാണ് ഗീതയിൽ പറയുന്നത് അക്ഷരാണാമകാരോസ്മി. അപ്പോൾ ഒരക്ഷരേ ലോകത്തിലുള്ളൂ, ഒരക്ഷരം മാത്രമേ ലോകത്തിലുള്ളൂ. ആ ഒരു ഒറ്റ അക്ഷരത്തിൻ്റെ പേരിൽ ഒരിക്കൽ ഒരു ബിൽഡിങ് ഞാൻ ദുബായിൽ കാണുന്നുണ്ടായി. അപ്പോൾ എന്നെ അറിയാവുന്ന റഹീം ഭായി എന്നോട് പറഞ്ഞു, വളരെ വലിയ ബിൽഡിങ്ങാണ്, തൂണുകളൊന്നും കാണാനില്ല, അതിൻ്റെ നടുവിൽ എന്തോ ഡെക്കറേറ്റ് ചെയ്തെന്തോ കാണാം, വേറെ തൂണ്. അപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ നടുവിൽ കാണുന്ന തൂണ് ഒരു ആന അതിൻ്റെ അപ്പുറത്ത് മറിഞ്ഞ പിടിക്കപ്പെടുന്നില്ല, അത്രയും വലിയ തൂണാണ് നിൽക്കുന്നത്, അത് അങ്ങേറ്റം വരെ. അതിൻ്റെ ചുറ്റുമാണ് പിന്നെ വീടുകളും ഒക്കെ കെട്ടിപ്പടുത്തി വളർത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ പോലെ ശബ്ദത്തിൻ്റെ ഒരുപാട് വാക്കുകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് സ്വരവിന്യാസങ്ങൾ. യേശുദാസിനെ പോലുള്ള ആളുകൾ, ചെമ്പേക്കാൾ ഒക്കെയുണ്ട് ഇവിടെ. പക്ഷേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ ഭഗവാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷരങ്ങളിൽ അകാരം ഭഗവാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വായ തുറന്ന് അടയ്ക്കുമ്പോൾ വരുന്ന ശബ്ദത്തിൽ കാണുന്ന ഡെറിവേഷൻസാണ് വേറെ ശബ്ദങ്ങൾ. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം അക്കുഹ വിസർജനീയാനാം കണ്ഠ ഇശുയശാനാം പാലോ ഋതുരഷാണാം. ഈ രീതിയിൽ എവിടെ എന്താണ് ചുണ്ട്, അതുപോലെ തന്നെ ആന്തരിക ഭാവങ്ങൾ അകാരത്തോടു കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് അക്ഷരങ്ങൾ ഒക്കെ വൈവിധ്യം ഉണ്ടാകുന്നത് സാരം. ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പറഞ്ഞവരെ എവിടെ ഉള്ളൂ, ഉമ്മയ്ക്ക് പറഞ്ഞവരാരും ഇല്ല അവിടെ, മമ്മിക്ക് പറഞ്ഞവരാരും ഇല്ല അവിടെ. അമ്മ എന്നുള്ളതും ഉമ്മ എന്നുള്ളതൊക്കെ ഓക്കെ സുഹൃത്തെ, പക്ഷേ മമ്മി എന്നുള്ളത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഡിക്ഷണറി എടുത്ത് നോക്ക്. മമ്മി എന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ? ചത്ത് ചീഞ്ഞ് അതിനുശേഷം ഉണങ്ങിപ്പോയിട്ടുള്ള സാധനത്തിനാണ് ഈ മമ്മി എന്ന് പറയുന്നത്. അപ്പം മമ്മിയെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് വിളിക്കണേ, സോക്കെ മമ്മി എന്ന് വിളിച്ചു, ഓക്കെ. ചത്ത് ചെയ്യുന്ന ശവമേ, പക്ഷേ സ്നേഹത്തോട് അമ്മേ എന്ന് വിളിക്കുമ്പോൾ മമ്മി എന്ന് വിളിച്ചാൽ ചത്തി ചീഞ്ഞ ശവമേ എന്ന് സാധാരണ ഭാഷ വിളിച്ചാലും ചീത്ത പറയലല്ലേ. അതിൻ്റെ മമ്മി എന്നുള്ള വിളി ഇവിടെയുള്ള കുറേ ജന്തുക്കൾ പറയാനുണ്ട്. അവർ സ്കൂളിൽ കുട്ടി പഠിക്കാൻ പോയിട്ട് ആ കുട്ടിയെ വലിച്ചഴിച്ച് സ്കൂളിൽ കൊണ്ടുചെല്ലാണ് മാഷ്ട ചെവിടുത്ത് രണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രിൻസിപ്പളുടെ ചെവിടുത്ത് രണ്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി. എന്താ അറിയാമോ? എന്തായാലും പറയാം, എൻ്റെ കുട്ടി നശിച്ചു നിങ്ങൾ കാരണം കൊണ്ട്. നിങ്ങൾക്കൊരു വർഷം 1 ലക്ഷം രൂപ ഫീസ് ചെയ്ത് വെറുതെ അല്ല, ഇന്നവൻ എന്നെ അമ്മ എന്ന് വിളിച്ചു എന്ന്. അതാണ് ആ സ്കൂളിൽ അവർ പറഞ്ഞ അലിഗേഷൻ. അതാണ് ഇന്ന് എൻ്റെ കുട്ടി അമ്മ എന്ന് വിളിച്ചു, എൻ്റെ ഭർത്താവിനെ അച്ഛൻ എന്ന് വിളിച്ചു, എന്നെ ചത്ത ശവമേന്ന് വിളിച്ചില്ല എന്ന്, മമ്മീന്ന് വിളിച്ചില്ല എന്ന്. ഇനി അപ്പുറത്തൊരുത്തനുണ്ട്,
അയാൾ ഇതുപോലെ തന്നെയൊക്കെയാണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ കുട്ടികൾ വളരുക. അത് കണ്ടില്ലേ, കരുവാച്ചയിൽ കുട്ടികൾ കൂടിയിട്ട് ആളെ വെടിവെച്ച് കൊന്നത്. ഡാഡി എന്നുള്ള വിടി കുട്ടികൾ പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? കേരളത്തിലെ കുട്ടികൾ പഠിച്ചത് അത് ഇംഗ്ലീഷിൽ നിന്ന് പഠിച്ചതല്ല, അവിടെ നിന്ന് മറ്റേ വരവൊന്നുമില്ല, ഇവിടെ തന്നെയുള്ളതാണ്. ഈ കുട്ടികളെ വിളിക്കേണ്ട പേരുകൾ പല പേരുണ്ട്. ഒന്ന്, അവൻ്റെ പേരിപ്പോൾ അനന്തു എന്നാണെങ്കിൽ അനന്തു എന്ന് വിളിക്കാം. പിന്നെ ഒരു പേരും കൂടി വിളിക്കാം, മോനെ. അതല്ലെങ്കിൽ പ്രിയ എന്നുള്ള കുട്ടി പ്രിയേ അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അത് അവരുടെ ഹൃദയത്തിൽ ചെന്ന് പതിക്കും. അപ്പോൾ അവർ തിരിച്ചെന്താ പറയുക? എന്താ അമ്മേ എന്ന് ചോദിക്കുക. നേരെ മറിച്ച് ഡാ എന്ന് വിളിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടേ എന്നല്ലേ മറുപടി. അതേ ടോണിലല്ലേ മറുപടി ഒരു ആലോചിച്ച് നോക്ക്. അതാണല്ലോ സംഗീതം. സംഗീതത്തിൽ ഒരേ ശ്രുതി അങ്ങ് ചേർത്ത് പോകണല്ലോ. അപ്പോഴേ ഡാ ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് അവിടെ കുറേ തലയിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചെക്കൻ മറുപടി പറയും. അച്ഛനെപ്പോഴും എങ്ങനെയാണ് പറയുക? അമ്മയെ അടക്കം അച്ഛൻ എങ്ങനെയാണ് വിളിക്കുക? അമ്മയെ അടക്കം വിളിക്കുന്നത് ഡി എന്നാണ് വിളിക്കുന്നത്. മക്കളെ വിളിക്കുന്നത് ഡേ കൊണ്ട് കെട്ടി വീഡിയോ വാങ്ങിച്ചു കൊടുത്തേ, ഡേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് ഡേ ഡാ ഡേ ഡാ ഡേ ഡാ ഡേ ഡാ ഡി ഡാ 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 ഡി ഡാ ഡി. അതാണ് ഡാഡി. അതാണ് ഡാഡി. വീട്ടിൽ ഡാന്നും ഡി എന്ന് മാത്രം വിളിക്കുന്ന ഒരു ജന്തു ഉണ്ട്, അതാണ് ഡാഡി. ഞാൻ വെച്ചാൽ ആ കുട്ടികളെ മോനെ അനന്തു ഇന്ന് സ്കൂളിൽ ഉണ്ടല്ലോടാ, നിനക്ക് മണി 10 ഞാൻ കൊണ്ടാക്കണോ നിന്നെ? ഈ രീതിയിൽ പെരുമാറുന്ന ആളെ അച്ഛൻ എന്നേ വിളിക്കൂ, ഡാഡി എന്ന് വിളിക്കില്ല. പക്ഷേ ഡ ഡി എന്ന് മാത്രം വായത്താരിയായിട്ടുള്ള ഒരുവനെ വേറെന്ത് പേരിട്ടാണ് വിളിക്കുക വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മൽ പറഞ്ഞത് വലിയൊരു എന്തായാലും പറയുക മറ്റൊരു ശാസ്ത്രമാണ് പറഞ്ഞത്. ലോകത്തിൽ പിറന്നു വീഴുന്ന സകല കുട്ടികളും അമ്മയ്ക്ക് ജനിക്കുന്നവരാ, ഉമ്മയ്ക്ക് ജനിക്കുന്നവരല്ല കേട്ടോ, മമ്മിക്ക് ജനിക്കുന്നവരല്ല കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഹിന്ദുക്കൾ ആന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ മതി, ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ മമ്മി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരുപോലെ ആയാലോ? അതാ പാടില്ലല്ലോ. പുതിയ ലോകത്തിൽ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട്. വീട്ടിനകത്ത് നമ്മളിപ്പോൾ ചെറിയമ്മേ എന്നാ വിളിക്കുക, അമ്മായി എന്നാ വിളിക്കുക. ഇപ്പം അതൊക്കെ പോയിട്ട് എല്ലാത്തിനും അണ്ടി എന്നാ വിളിക്കുക. അണ്ടി എല്ലാത്തിനും അതുപോലെ തന്നെ. പ്രായത്തിന് കയറി കഴിഞ്ഞാൽ പ്രായത്തിന് കയറി ഡേയ്സ് വരുമ്പോഴോ അണ്ടി ഗുഡ് മോർണിംഗ് അണ്ടി, എല്ലാത്തിനും അണ്ടി എന്നാ വിളിക്കുക. ANTY എന്നാവും മറ്റോ. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷനിൽ AUN ഓൺ ടി എന്നാണ്. പക്ഷേ നമ്മൾ അണ്ടി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പ്രാകൃതമായിട്ടുള്ള ഭാഷ എന്ന് ആലോചിച്ച് നോക്കും. മലയാളിക്കൊരു ഭാഷയുണ്ട്. സുമാർ വാരിക്കോടിനെ പോലുള്ള ആളുകളും ONV പോലുള്ള ആളുകളും പ്രസംഗിക്കുന്ന സമയത്ത് ഈശ്വര ഈ ഭാഷ ഇങ്ങനെയായിരുന്നോ എന്ന് നമ്മൾ സങ്കല്പിച്ചു പോകും. പക്ഷേ ഇന്നിപ്പോൾ ഈ TV ചാനലും എല്ലായിടത്തും എന്ത് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ പുട്ടിന് പേരിടുന്ന പോലെ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ബിക്കോസ്, സോ ഐ മീൻ, ബിക്കോസ്, സോ, ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പം വേറെ ഒന്നുമില്ല. സോ ബിക്കോസ് ആൻഡ് ഐ മീൻ. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് എൻ്റെ അതിൽ ഗുഡ് മോർണിംഗ് ആ ഒരു തലമുഴൻ എയർപോർട്ടായിട്ട് എടുക്കുന്ന എടുത്തോണ്ടല്ലോ. റിപ്പോർട്ടർ ചാനലാണ് തോന്നുന്നില്ല. ഗുഡ് മോർണിംഗ് ഇതെല്ലാം കഴിഞ്ഞ പ്രോഗ്രാം ഇന്നത്തെ പ്രക്ഷേപണം നിലച്ചിരിക്കുന്നു. ഗുഡ് നൈറ്റ് തെറി പറയുന്നത്, ഗുഡ് നൈറ്റ് പറയുന്നത് അങ്ങനെയൊക്കെ പറയാത്രേ. സ്പീഡിൽ വായിക്കുന്നത് അതാണ് ഇംഗ്ലീഷിൽ ധരിച്ചിട്ടുള്ളത്. അറിവില്ലായ്മയാണത്. ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഫ്രഞ്ചുകാർ സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അറിയാം? കുംഭസംഭവ മുനിവര പ്രപൂജിതം ത്രികോണഭാജഗദം മുരാരേ പ്രമുഖ, ഇങ്ങനെ പറയാവര്. സംഗീതാത്മകമായിട്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവർ പറയും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിട്ട് IPCയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പടപടപടന്ന് ഇംഗ്ലീഷ് പറയാം. അങ്ങനെ ആരും ഇംഗ്ലീഷ് പറയാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വളരെ അറിവുള്ള ആളാണ്, ഇംഗ്ലീഷൊക്കെ പറയും. എൻ്റെ സുഹൃത്ത് ഇംഗ്ലീഷുള്ള ലാംഗ്വേജ് മാത്രമാണ്. ലണ്ടനിൽ പോയി ആ പിച്ചക്കാർ സംസ്കൃതമല്ല പറയുക, അവിടെ പോയി ലണ്ടനിലെ പിച്ചക്കാർ പോലും ഇംഗ്ലീഷാണ് പറയുക. അതും ലാംഗ്വേജാണ്. കോവളം കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷാണെന്ന് അറിയാതെ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരുണ്ട്. ഇംഗ്ലീഷുകാർ കാണുമ്പോൾ പറയും ആ എഴുതി സാർ എന്ന് ചോദിക്കും. ഈ ഹവാറി എന്ന് പറഞ്ഞാൽ HOW എന്നും ARA എന്നും YOU എന്നും അവർക്കറിയില്ല ഒരു ശബ്ദം, പക്ഷെ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് മുഖം ചുമക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കാർ നന്നാവാൻ പോകുന്നില്ല എന്ന്. നമ്മളെല്ലാവരും ഇംഗ്ലീഷുകാരെന്ന് പറയും. യൂറോപ്പിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ പട്ടിണി കിടക്കും കേട്ടോ. ഇറ്റലിയിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾ പട്ടിണി കിടക്കും, ഒരു പഴം പോലും നിങ്ങൾക്ക് കിട്ടില്ല. ജർമ്മനിയിൽ പോയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പഴം പോലും നിങ്ങൾക്ക് കിട്ടില്ല, ഒരു ചായ പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ പട്ടിണി കിടച്ച് ചത്തുപോകും. അവിടെ യൂറോപ്പിൽ ഇംഗ്ലീഷില്ല, റൊമാനിയയിൽ ഇംഗ്ലീഷില്ല, ഡെൻമാർക്കിൽ ഇംഗ്ലീഷില്ല, ഡാനിഷ് ഭാഷയാണ് അവിടെ. ഫ്രാൻസിൽ ഇംഗ്ലീഷില്ല. പിന്നെ മ്യൂണിക്കിൽ അവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനകത്ത് അല്ല രാജ്യത്തിനകത്ത് ചിലപ്പോൾ കുറച്ച് പേര് ഇംഗ്ലീഷ് പറഞ്ഞാൽ അത്ര മാത്രമായിരുന്നു മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, മോഹൻ കുന്നുമ്മൽ പറഞ്ഞത് ഹിന്ദുക്കളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്, അമ്മ എന്ന് വിളിക്കുന്ന സകലമാനം ആൾക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ ലോകത്തിൽ എന്നൊക്കെ മനുഷ്യന്മാരുണ്ടായോ, ഭാഷ പഠിക്കുന്നതിന് മുമ്പ് അവൻ പഠിച്ച ഭാഷ എന്താണെന്ന് അറിയാമോ?
അതിനുശേഷമാണ് അകാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇകാരം വന്ന് ഉകാരം വന്ന് പിന്നീട് വന്നത്. എല്ലാ നിയാണ്ടർത്താൽ മനുഷ്യന്മാരാണെങ്കിലും അന്നും അവർ ഈ അവർ ഉച്ചരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വാക്കുകൾ ഉച്ചരിച്ചു എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ ഈ ചില ആൾക്കാർക്ക് ചിലതുണ്ട്. ഇപ്പോൾ ബംഗാളികൾക്ക് വാ ഉച്ചരിക്കാൻ അറിയില്ല. വകാരം ഉണ്ടല്ലോ, വക്കം പുരുഷോത്തമനിൽ അവർക്ക് പറയാൻ അറിയില്ല അവർക്ക്. ആയതുകൊണ്ടത്താണ് അതാണ് സബിതാവ് എന്നുള്ളതിന് സബിതാവ് എന്ന് പറയുക, ബാ എന്നാണ് പറയുക. വക്കം പുരുഷോത്തമൻ എന്നുള്ളതിന് അവരെന്ത് പറയും? ബക്കം പുരുഷോത്തമൻ എന്ന് പറയും. നമുക്ക് 4 വേദങ്ങളുണ്ട്. വി ഗോട്ട് 4 വേദാസ്. അതിനവരെന്താ പറയുക? വി ഗോട്ട് 4 ഭേദാസ് എന്നാണ് അവർ പറയുക. കാരണം അതിൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് അറിയാമോ? ഉകാരം പ്ലസ് അകാരം, അത് രണ്ടും കൂടിച്ചേർന്നതാണ് വകാരം. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഊ ആ ഊ ആ ഊ ആ ഊ ആ ഊ ആ ഊ ആ ഊ ആ എന്നാണ്. അതുകൊണ്ടാണ് നമ്പൂരിമാരേക്കും പണ്ടത്തെ നമ്പൂരിമാർ പറയാം വഷളൻ എന്നാ പറയാണ്ട്, അഷളൻ എന്നല്ല പറയാ, വഷളം വഷളൻ അങ്ങനെ പറയാം അവർ. വകാരം പറയുമ്പോൾ അവർ ഉകാരവും അകാരവും ചേർത്തിട്ടാ പറയാം. ഭാഷയ്ക്ക് അതിൻ്റെ സൗകുമാര്യമുണ്ട്. ഇംഗ്ലീഷ് റിയലി ദാറ്റ്സ് എ ഫണ്ണി ലാംഗ്വേജ്. ഇന്ന് ശ്രമിച്ചാൽ നാളെ പഠിക്കാം. പക്ഷേ സംസ്കൃതമോ അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മലയാളമോ അല്ലെങ്കിൽ തമിഴിൻ്റെ യഥാർത്ഥത്തെ ഇലക്കണം പഠിക്കണമെങ്കിൽ തലയ്ക്കകത്ത് വിവരം വേണം, സമയവും വേണ്ടത്ര വേണം. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ എന്താ സ്ഥിതി? അമ്മയ്ക്ക് പിറന്നവർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകലമാണ് മനുഷ്യരും എന്നർത്ഥം. അമ്മയ്ക്ക് പിറന്ന കുട്ടികൾ എല്ലാവരും ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദം അകാരമാണ്, ഉകാരമല്ല. അവൻ എല്ലായിടത്തും കുട്ടികൾ തുടങ്ങുന്നത് അമ്മ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അവന് വിശക്കുന്ന സമയത്ത് അവനൊരു മന്ത്രം ജപിക്കുന്നത് എന്താ? അമ്മ അമ്മ. അതാണ് അവസാനം അമ്മ എന്ന് പറഞ്ഞാൽ മഹാമന്ത്രമായിട്ട് തരുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ മഹാമന്ത്രമല്ല കേട്ടോ, അതൊക്കെ പിന്നീട് ഉണ്ടാക്കുന്നതാണ്. മമ്മി എന്ന് പറഞ്ഞാൽ മഹാമന്ത്രമല്ല കേട്ടോ, അത് പിന്നീട് ഉണ്ടാക്കുന്നതാണ്. എല്ലാ മക്കളും ചുറ്റും വന്ന് കരയാണ്, അമ്മ ചാവാൻ കിടക്കുകയാണ്. എല്ലാ മക്കളും വന്നിട്ട് ഓ മൈ മമ്മി, ഓ മൈ മമ്മി, മൈ മമ്മി, ഡോണ്ട് ഗോ മമ്മി എന്നൊക്കെ ഇത് വൈനൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചതന്നെ, ഡോണ്ട് ഗോ മമ്മി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മമ്മി ചാവാൻ കിടക്കുക. ഡോക്ടർമാരേക്കും പറഞ്ഞു ഇനിയിപ്പോൾ പട്ടടയ്ക്കും തയ്യാറാക്കിക്കോ, മഴയ്ക്കും വെട്ടിക്കോ, ജയിപ്പിയായിരുന്നു. അവരേക്കും പോയി. പക്ഷെ പെട്ടെന്ന് ഇവരൊന്ന് കണ്ണു തുറന്നു, എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾ മുഴുവൻ അവിടേക്ക് തല തിരിച്ച് എന്താ മമ്മി വേണ്ടേ, എന്താ മമ്മിക്ക് പറയാനുള്ള വെച്ചാൽ അവർക്ക് കഴിയാവുന്ന ശക്തി ഉപയോഗിച്ചിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു. എന്നെ അമ്മ എന്ന് വിളിക്കണ മക്കളെ എന്ന്, അമ്മ എന്ന് വിളിക്കണ മക്കളെ എന്ന്. ഉടനെ തന്നെ മമ്മി 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 എന്ന് വിളിച്ചിരുന്ന എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു അമ്മേ എന്ന് അവർ വിളിക്കാൻ ശ്രമിച്ചു. ആ അമ്മ എന്ന് പറയുന്ന മഹാമന്ത്രം കേട്ട് ആ അമ്മ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മമ്മിയായി മാറി. അമ്മ മമ്മിയായി മാറി. അമ്മ മരിച്ചു എന്നർത്ഥം. അമ്മ എന്നുള്ള മഹാമന്ത്രമാണ്, ഉമ്മ എന്നുള്ളതല്ലാട്ടോ മഹാമന്ത്രം. നമസ്കാരം.